ഇത് കൂർഗിൽ കാണേണ്ട ഒരു സ്ഥലമാണ്, രാജ സീറ്റ് എന്ന് പറയും. അപ്പം അതിനകത്തുള്ള വിഷ്വൽസാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പം ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗാർഡൻ പോലെയൊക്കെ കാണാം. കുറേ ലോണും പിന്നെ ഒരു പാത്ത് വേ ഉണ്ട് നടന്നു പോകാനായിട്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആക്ച്വലി സിപ്പ് ലൈനുള്ളൊരു സൗകര്യമുണ്ട്. അത് നമുക്ക് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന കയറിയ ഉടനെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അവിടുന്ന് ടിക്കറ്റ്, അതിനൊരു സെപ്പറേറ്റ് ടിക്കറ്റാണ് വരുന്നത്. ഇതിന് എൻട്രി ടിക്കറ്റ് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ കയറി കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇവിടുന്ന് നേരെ നടന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മടിക്കേരി ടൗണൊക്കെ കാണാം. അവിടെ ഒരു ചെറിയൊരു മണ്ഡപം പോലെയൊക്കെ നിങ്ങൾ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. ഇവിടെ നിന്ന് നടന്നിങ്ങനെ മുന്നോട്ട് വരണം. ഇവിടെ കുറേ ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ എല്ലാവർക്കും ഇരിക്കാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് ഇറങ്ങി അവിടെയും കുറേ ബെഞ്ചസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. പിന്നെ ഈ അവിടെ കുറേ റോഡൊക്കെ കാണാം. ഈ മടിക്കേരി ഈ ഒരു ഫോർട്ടിലേക്കും പിന്നെ അതുപോലെ രാജാ സീറ്റിലേക്കൊക്കെ വരുന്ന ഒരു വഴിയാണത്. ഇതാണ് രാജാ സീറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് വേണം ഉള്ളിലോട്ട് പ്രവേശിക്കാൻ. ഇവിടെ ആക്ച്വലി ഒരുപാട് നടന്ന് കാണാനുണ്ട്. പിന്നെ കുറേ സമയം അവിടെ ഇരിക്കാം. ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കുറേ തമാശകളും പറഞ്ഞ് അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം അവിടെ പോയി ആ ഒരു എൻഡിൽ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കുറേ അങ്ങോട്ട് നടന്നു പോകാനുള്ളൊരു പാത്ത് വേ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട സിപ്പ് ലൈനിൻ്റെ എൻഡ് പോയിൻ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കണ്ട ഒരു വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച വ്യൂ പോയിൻ്റ്. അവിടെ നിന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് നടന്നിങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് വീണ്ടും ഒരു പടി കയറി മുകളിലോട്ട് പോകാനുള്ളൊരു സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ താഴോട്ട് പോവാം. അപ്പോൾ ഞാനിങ്ങനെ താഴോട്ട് അങ്ങ് നടന്നു പോവുകയാണ്. ഇവിടെ അത്യാവശ്യം എപ്പോഴും ടൂറിസ്റ്റൊക്കെ ഉള്ളതാണ്. ഞാനൊരു വീക്ക് ഡേയിലാണ് പോയത്, എന്നിട്ടും അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നടന്ന് പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നു വന്നപ്പം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകാൻ വഴിയുണ്ട്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അങ്ങ് മുന്നോട്ട് അങ്ങ് പോകും. അവിടെ ചെറിയൊരു മണ്ഡപം പോലെ കെട്ടിയിട്ടുണ്ട്, അവിടെ ഇരിക്കാം. ഇതിപ്പോൾ നമ്മൾ ഒന്ന് മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോയി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിൽ അവിടെ നേരെ ഒരു മണ്ഡപം പോലെ കെട്ടിയിരിക്കുന്നത് കാണുന്നില്ലേ, ഒരു മണ്ഡപം, അതിനകത്ത് ഇരിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ സിപ്പ് ലൈൻ. സിപ്പ് ലൈൻ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അങ്ങോട്ട് പോകുന്നത് കുറച്ച് ലോങ് ആണ്. ഈ കാണുന്നതാണ് സിപ്പ് ലൈൻ്റെ, ഈ വരുന്നതാണ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു. ഞാൻ സിപ്പ് ലൈനൊന്നും എടുക്കാൻ പോയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ മുകളിലോട്ട് അങ്ങ് നടന്നു പോയപ്പോൾ അവിടെ നിന്നും നല്ല വ്യൂ കാണാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മണ്ഡപം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തൊന്നും സീറ്റില്ല, ചിലയിടത്ത് മാത്രമേ സീറ്റുള്ളൂ. ഇപ്പോൾ ഈ സിപ്പ് ലൈൻ കാണുന്നത് അത് തിരിച്ച് പോകുന്നതാണ്. നേരത്തെ അങ്ങോട്ട് പോയ ആൾ തിരിച്ച് പോകുന്നതാണ്. അതൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് ഇനിയും താഴോട്ട് പോകാം. ഞാൻ പിന്നെ അങ്ങോട്ട് പോകാതെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വീണ്ടും അങ്ങ് മുകളിലോട്ട് കയറി പോവുകയാണ്. കാരണം നമുക്ക് ഒരുപാട് ചുറ്റിക്കാണാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. കാരണം 1 night ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. മൈസൂരിൽ നിന്ന് പെട്ടെന്നൊരു മടിക്കേരി ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ 1 night മാത്രമേ ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. ഞാൻ സ്റ്റേ ചെയ്തത് നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിദ്ധാപുര എന്നുള്ളൊരു സ്ഥലത്താണ് ഞാൻ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് പിന്നെ മടിക്കേരി വന്നു. ഇത് തിരിച്ച് റിട്ടേൺ പോകുന്ന ദിവസമാണ്. അപ്പോൾ നേരെ രാജാ സീറ്റ് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് മടിക്കേരി ഫോർട്ട് കണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ഹാരംഗി ഡാം എന്നൊരു ഡാമിൽ ഇറങ്ങിയായിരുന്നു, ഒരു റിസർവെയർ. അപ്പോൾ ഇതാണ്
കയറി കയറി മുകളിലേക്ക് വരുമ്പോൾ കാണുന്ന വ്യൂ പോയിൻ്റ്. ഇത്രയും ഭാഗത്തു നിന്ന് നോക്കുമ്പം ഒരേ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. മടിക്കേരി അവിടെ കുറേ കൃഷി കാണാം, അതുപോലെ മലനിരകൾ കാണാം, പിന്നെ റോഡ് കാണാം. അങ്ങനെ ഉള്ള വ്യൂസാണ്. അത് കാണാൻ കൊള്ളാം. പക്ഷേ ഇവിടെ നിന്ന് ഇത്രയും നടന്ന് കയറി കഴിഞ്ഞാലും എല്ലായിടത്തും കാണുന്ന ഈ ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മുകളിലേക്ക് പോയി പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോകുമ്പോഴാണ് വേറൊരു രസകരമായ ഒരു കാഴ്ച കാണുന്നത്. അത് റൈറ്റ് സൈഡിലൊരു റെയിൽവേ ട്രാക്ക് കാണാം. അത് എന്താണ് റെയിൽവേ ട്രാക്കിൻ്റെ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ആരോടും ചോദിക്കാനും പറ്റിയില്ല. ഈ ഒരു റെയിൽവേ ട്രാക്ക് കാണാം. ഈ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അത് കണ്ടത്. ലെഫ്റ്റ് സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ട്, അത് ടോയ്ലറ്റാണ്. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്, കുറച്ച് പായലൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. ഇനി ഞാൻ ആ ട്രാക്കിലേക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കിയായിരുന്നു. ആ ട്രാക്ക് ആക്ച്വലി കുറച്ച് ഡിസ്റ്റൻസിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടണൽ പോലെയാണത്. അപ്പോൾ ഞാൻ നടന്ന് കുറച്ച് മുന്നോട്ട് പോയി. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഭയങ്കര സ്മെല്ല്, ഫുൾ പ്ലാസ്റ്റിക് ബോട്ടിൽസും കുറച്ച് ചവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം നടന്ന് ഉള്ളിലേക്ക് പോയില്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ എൻഡ് കാണാം. പക്ഷേ ട്രാക്ക് ഏതുവരെ ഉണ്ട് എന്നെനിക്ക് അറിയത്തില്ല. ഇനി വേറെ വല്ല വണ്ടിയും വന്നാലോ എന്നൊരു സംശയം തോന്നി. പക്ഷെ വരാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇതൊരു മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ആ ഒരു റെയിൽ ട്രാക്കിൻ്റെ കാര്യം അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇടണേ.